സാധാരണ തയ്യാറാക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഉള്ളിവട തയ്യാറാക്കുന്നത്. ക്രിസ്പിയുമാണ്, അതേപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അനീസ് കലവറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. 2 സവാള നീളത്തിൽ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 4 എല്ലില്ലാത്ത കഷ്ണം ചിക്കന് കുക്കറിലിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ മുളക് പൊടിയും കുരുമുളകും ചേർത്ത് വേവിച്ച് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തേക്കുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു 1/4 ടീസ്പൂണിലും കുറച്ച് കൂടുതലും കൂടെ ഉണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 ബ്രെഡ് സൈഡൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസസ് ആക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി കൈ കൊണ്ട് തന്നെ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ കുറേശ്ശെയായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക, ഒത്തിരി വെള്ളം കൂടി പോകരുത്. ഒന്ന് ഉരുട്ടിയെടുക്കേണ്ട ഒരു പരുവത്തിന് മാത്രം മതിയാകും. ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ 1 കപ്പ് അളവിൽ 1/2 കപ്പിൻ്റെ അളവിന് 1 കപ്പ് അളവിൽ മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ എരിവിന് കുരുമുളക് പൊടി കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് ഉരുട്ടി ഒന്ന് പ്രസ് ചെയ്ത് ഇതേപോലെ ഉരുട്ടുക, എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉള്ളിവട തയ്യാറാക്കുന്ന പോലെ തന്നെ നല്ല എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ആദ്യം ഇട്ടത് ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊരിയുന്നതിനനുസരിച്ച് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുക. 2 വശവും നന്നായിട്ടൊന്ന് മുരിവിച്ച് എടുക്കണം. കരിഞ്ഞു പോകരുത്. ഉള്ളി ആയതുകൊണ്ട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ഉണ്ടാവും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ട് 2 വശവും നന്നായിട്ട് ഒന്ന് മുരിവിച്ചെടുക്കും. ഇപ്പോൾ ഒരെണ്ണം ആയിട്ടുണ്ട്, ഞാനതങ്ങ് എടുത്തു മാറ്റുകയാണ്. ആദ്യം ഇട്ടതാണ്. അപ്പോൾ ബാക്കിയും ആയി വന്നിട്ടുണ്ട്. റെഡിയായി വരുന്നതനുസരിച്ച് അങ്ങോട്ട് എടുത്തു മാറ്റിയാൽ മതിയാകും. ഇനി ബാക്കിയും ഇതേപോലെ ഒന്ന് വറുത്ത് എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കനും മുട്ടയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയത് കൊണ്ട് ഒരു വെറൈറ്റി ഉള്ളിവടയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.